സിസ്റ്റർ ഈ സെക്കൻഡ് ക്രോണിക്കൽസ് 6-ാം അധ്യായം ശരിക്കും ഫുള്ള് നമുക്ക് വായിക്കണം. പക്ഷെ അതിൽ നിർത്തി വായിച്ചിട്ട് 2-3 വാക്യം 1-2 വാക്യം വായിച്ചിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷം അങ്ങനെ വായിച്ചു പോകാം. കാരണം അല്ലെങ്കിൽ വായിക്കണം, വലിയ അധ്യായമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 42 വാക്യങ്ങൾ. പക്ഷെ ഇതെല്ലാം വായിച്ചാലേ നമുക്ക് ഇന്നത്തെ ഒരു മെസ്സേജ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആയിരിക്കുന്ന ഏകദേശം സാഹചര്യങ്ങളൊക്കെ ഇതുമായിട്ടൊക്കെ നമുക്ക് ഇത് വായിക്കുമ്പോഴും ഇത് ചിന്തിക്കുമ്പോഴും നമുക്കത് കുറച്ചുകൂടെ നമ്മളെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമൊക്കെയുള്ളത്. അതുകൊണ്ട് ശലോമോന്റെ ഒരു പ്രാർത്ഥനയാണ് ഹല്ലേലൂയ. ഒന്ന് വായിച്ചു തുടങ്ങി. 2 ദിനവൃത്താന്തം 6-ാം അധ്യായം. ഒന്ന് തുടങ്ങിട്ട്. അപ്പോൾ ശലോമോൻ താൻ കൂരിരുൾ വസിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം, നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം പണിതിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇസ്രയേൽ സഭ മുഴുവനും നിൽക്കെ രാജാവ് തന്റെ മുഖം തിരിച്ച് ഇസ്രയേലിന്റെ സർവ്വസഭയെയും അനുഗ്രഹിച്ചു പറഞ്ഞു എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. മതി, അവിടെ നിൽക്കട്ടെ. ഹല്ലേലൂയ. കാരണം ഇവിടെ നമുക്കറിയാം യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണിത്. ഹല്ലേലൂയ. അത് ദാവീദ് ആഗ്രഹിച്ച് പണിയാനായിട്ട്. പക്ഷെ ദാവീദിനോട് ദൈവം പറഞ്ഞു, നീ പണിയണ്ട, എൻ്റെ മകൻ പണി. അപ്പൊ അവിടെ അവിടെ നമ്മുടെ ശലോമോൻ അത് പണിഞ്ഞതിന് ശേഷം അപ്പൊ അവിടെ നടക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അവിടെ ശലോമോൻ പറയുന്ന, എന്റെ അപ്പനായ ദാവീദിനോട് തിരുവായി കൊണ്ട് അരുളിച്ച് തൃക്കൈകൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്ത. അപ്പം അപ്പനോട് അരുളി ചെയ്തത് ദൈവമാണ്. ഹല്ലേലൂയ. അത് നിവർത്തിച്ചതും ദൈവമാണ്. ഹല്ലേലൂയ. നിവർത്തിച്ചിരിക്കുന്ന ദൈവമാണ്. അപ്പം നമ്മളോട് പറയുന്ന ഓരോ പ്രോമിസുകൾ ഹല്ലേലൂയ. അപ്പം ഞാൻ എപ്പോഴും പറയാം, നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും പറയും, പ്രോമിസ് ചെയ്യുന്ന ദൈവത്തിന്റെ ഉത്തരവാദിത്തം നിവർത്തിക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ അതിനു വേണ്ടി പോയി കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കടമെടുത്ത് അങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം പ്രോമിസ് ചെയ്ത ദൈവത്തിനറിയാം അത് നിവർത്തിപ്പിക്കാനായിട്ട്. അതിപ്പോ എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിലും ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ചെയ്യാൻ. നമ്മൾ പറയുന്ന ഒരാൾ റെസ്പോൺസിബിലിറ്റി അത് നിവർത്തിക്കാന്നുള്ളത്. ഞാനിപ്പോ ആരെയും നോക്കി പറയാൻ അത് ചെയ്തേക്കല്ല, ഞാനത് അങ്ങനെ കൊണ്ടുതരാന്നൊക്കെ പറഞ്ഞ പിന്നെ അത് നിങ്ങൾ അതിനെ കുറിച്ച് ബോധന്റെ കല്ല. കാരണം ഞാൻ പറഞ്ഞ എന്റെ റെസ്പോൺസിബിലിറ്റി അത് കൊണ്ടുതരിക എന്നല്ലെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ദൈവമാണ് സകല പ്രോമിസ് ചെയ്യുന്നത്. അത് നമുക്കറിയാം. ശലോമോനെ കുറിച്ച് പറയുന്ന സമയത്ത് ശലോമോൻ ജനിക്കുന്നതിന് മുമ്പാണ് ദാവീദിനോട് സംസാരിക്കുന്നതിനെ കുറിച്ചൊക്കെ. അതിനുശേഷം നമുക്ക് പിന്നീട് ശലോമോന് ജനിച്ചതും ശലോമോൻ തലമുറയെ കൊണ്ട് ഈ ആലയം പണിയിക്കാണ്ട് കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും ദാവീദ് വട്ടം കൂട്ടി വെച്ചിരുന്നെങ്കിലും ശലോമോനാണ് അത് പണി പൂർത്തിയാക്കുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ നമുക്ക് ചിലപ്പോൾ പലതൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവം പറഞ്ഞേക്കും നമ്മളെ കൊണ്ട്, നമ്മുടെ സന്തതിയെ കൊണ്ട് അത് ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതിന്റെ അപ്പുറം ചെയ്യിക്കുമെന്ന് പറയും. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവരെ കൊണ്ട് അത് ചെയ്യിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വം നമ്മുടെ ദൈവത്തിന് തന്നെയാണ്. അവിടെ പറയുന്നത്, അവന്റെ അപ്പനെ ദാവീദിനോട് തിരുവായി അരുളി ചെയ്ത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെടട്ടെ പെട്ടവൻ. ഹല്ലേലൂയ. വായിച്ചോ ബാക്കി. എന്റെ ജനത്തെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരാലയം പണിവാൻ ഞാൻ ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ഒരു പട്ടണവും തിരഞ്ഞെടുത്തില്ല. എന്റെ ജനമായി ഇസ്രയേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ഒരുത്തിനെയും തിരഞ്ഞെടുത്തതുമില്ല. എങ്കിലും എന്റെ നാമം ഇരിക്കേണ്ടതിന് യെരൂശലേമിനെയും എന്റെ ജനമായ ഇസ്രയേലിനെ വാഴുവാൻ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്തു. ഇവിടെ പറയുന്നത് ദൈവം ഒരു അവിടെ ഇനത്തെ മിശ്രമേ കൊണ്ടുവന്നാൾ എന്റെ നാമം ഇരിക്കേണ്ട ഒരു ആലയം പണിയാൻ ഞാൻ ഇസ്രായേൽ സകല ഗോത്രനും ഒരു പട്ടണവും തിരഞ്ഞെടുത്തില്ല. എന്റെ ജന്മ ഇസ്രായേൽ പ്രഭുവായിരിക്കാൻ ഞാൻ ഒരുത്തരെയും തിരഞ്ഞെടുത്തു. എങ്കിലും എന്റെ നാമം ഇരിക്കേണ്ടത് യെരൂശലേമിനെയും എന്റെ ജനമായ ഇസ്രായേലിനെ വാഴുവാൻ ദാവീദിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവൻ അറിയിച്ചു. ഞാൻ ഇന്നലെ വായിച്ചെന്നൊക്കെ ഓർത്ത്. യെരൂശലേമിലാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത് അല്ലെ. യെരൂശലേമിന് വേണ്ട തർക്കം നടക്കുകയൊക്കെ. അപ്പൊ ദൈവത്തിന്റെ നാമം ഇരിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പട്ടണമാണ് അതെങ്കിൽ അതിനെ മാറ്റാൻ ആർക്കും സാധിക്കത്തില്ല. അല്ല, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ നാമം ഇരിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തു. എങ്കിലും എന്റെ നാമം ഇരിക്കുന്ന യെരൂശലേമിനെയും എന്റെ ജനം ഇസ്രായേലും വാഴുന്ന ദാവീദിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇത് രണ്ടിനും മാറ്റം വന്നിട്ടില്ല. കാരണം ഇനി കർത്താവ് യേശു ക്രിസ്തു രാജാവ് ഭരണം ചെയ്യാൻ വരുമ്പോൾ ദാവീദിന്റെ സിംഹാസനം തിരിക്കുമെന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ യെരൂശലേം പട്ടണത്തിന് വേണ്ടി കിടന്ന് ആര് മുറവിളി കൂട്ടിയാലും ആരടി കൊണ്ടിയാലും എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും ഹല്ലേലൂയ. മറ്റൊരു എഴുതിട്ട് ഞാൻ എന്താ പോലെ കഴിവിനെ പോലെ ചുറ്റി
ചുറ്റി കാക്കുമെന്ന്. ചുറ്റി പറന്ന്. അപ്പൊ ദൈവം ചുറ്റി പറന്ന് കാക്കുന്ന ഒരു സംഭവത്തെ ആരൊക്കെ എത്രയൊക്കെ പിടിച്ചടക്കി വെച്ചാൽ, അല്ലെ ദൈവത്തിന്റെ നാമം വിളിക്കാനായിട്ട് ദൈവം തെരഞ്ഞെടുത്തൊരു പട്ടണമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും. എത്ര യുദ്ധങ്ങളും എത്ര കാര്യങ്ങളൊക്കെ നടന്നാൽ, ആരൊക്കെ പിടിച്ചെടുത്തോണ്ട് പോയാൽ, ആരൊക്കെ ആരുടെ നാമം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും, അല്ലെ പണ്ട് നമ്മളിവിടെ ഇന്ത്യയിൽ കേട്ടിട്ടുണ്ട് ഹാലേലിയ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് ഏതാണ്ട് അമ്പലം വന്നെന്ന്. അത് പണ്ട് പള്ളിയായിരുന്നു പറഞ്ഞ് ഭയങ്കര അടിയുണ്ട്. ഒരിക്കൽ പണ്ട് എനിക്ക് ചെറുതിലാന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഹാലേലിയ അവിടെ ഭയങ്കര കലഹമൊക്കെ ലഹളയൊക്കെ നടന്ന, ബോംബെ ലഹളയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പം ഇത് ഹാലേലിയ അവിടെ ആരായിരുന്നു, അത് എന്തായിരുന്നു, ആരുടെ ആയിരുന്നു, അത് തന്നെ വരുവുള്ളൂ ഹാലേലിയ. ഇപ്പം യെരുശലേമിനെ നമുക്കറിയാം, യെരുശലേമിനെ സംബന്ധിച്ച് എത്ര യുദ്ധം നടന്നിട്ടും ദൈവത്തിന്റെ പട്ടണമായതുകൊണ്ട് അവരായിരുന്നു. പിന്നെ ഇസ്രായേലിന്റെ ഇവിടെ ദാവീദിന്റെ താല്പര്യം ഉണ്ടായിരുന്നു. വായിച്ചത് മൊത്തം വായിച്ചാൽ ഒരു അതിന്റെ ഫുൾനെസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഫുള്ള് വായിച്ചതാണ്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീദിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ യഹോവ എന്റെ അപ്പനായ ദാവീദിനോട്, എന്റെ നാമത്തിന് ഒരു ആലയം പണിയണമെന്ന് നിനക്ക് താല്പര്യം ഉണ്ടായല്ലോ, ഇങ്ങനെ താല്പര്യമുണ്ടായോ നല്ലത്. എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ല, നിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയും എന്ന് കൽപ്പിച്ചു. അങ്ങനെ യഹോവ താൻ അരുളിച്ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. യഹോവ വാഗ്ദാനം ചെയ്തതുപോലെ എന്റെ അപ്പനായ ദാവീദിന് പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രയേലിന്റെ സിംഹാസനത്തിലിരുന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിതിരിക്കുന്നു. യഹോവ ഇസ്രയേൽ മക്കളോട് ചെയ്ത നിയമം ഉള്ള പെട്ടകം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അനന്തരം വീണ്ടും ദാവീദ് ശലോമോൻ പറയുന്നേ, അപ്പന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അപ്പനെ കൊണ്ട് പതിവും നീ പണിയത്തില്ല, നിന്റെ മകൻ പണിയും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 10-ാം വാക്യം, അങ്ങനെ യഹോവ താൻ അരുളി ചെയ്ത വചനം നിവർത്തിച്ചിരിക്കുന്നു. അപ്പൊ അരുളി ചെയ്ത വചനം നിവർത്തിക്കുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവം നിവർത്തിച്ചിരിക്കുന്നത് പറഞ്ഞ് അവിടെ നിന്നിട്ട് സിംഹാസനം ഇരുന്നിട്ട് അവിടെ ഈ ആലയം പണിതിട്ട് എന്താ യഹോ ഇസ്രായേൽ മക്കളെ ചെയ്ത് നിയമമുള്ള പെട്ടകം ഞാൻ അതിൽ വെച്ചിട്ട്. അപ്പം നിയമപ്പെട്ടകമാണ് അവിടെ ശലോമോൻ കൊണ്ട് സ്ഥാപിക്കുന്ന ഇവിടെ വെക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ ശലോമോൻ അതൊരു ഇൻട്രഡക്ഷൻ പോലെ പറയാണ്. ഇനി അടുത്തത് ശലോമോന്റെ പ്രാർത്ഥന തുടങ്ങാൻ പോണത് നമുക്ക് വായിച്ചു. അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രയേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നും കൊണ്ട് കൈ മലർത്തി. ശലോമോൻ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമായിട്ട് താമരം കൊണ്ടൊരു പീഠമുണ്ടാക്കി പ്രാകാരത്തിന്റെ നടുവിൽ വെച്ചിരുന്നു. അതിൽ അവൻ കയറി നിന്ന് ഇസ്രയേലിന്റെ സർവ്വസഭയ്ക്ക് മുമ്പാകെ മുട്ടുകുത്തി ആകാശത്തെ കൈ മലർത്തി പറഞ്ഞെന്തെന്നാൽ, ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്നവനായ നിന്നെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഒരു ദൈവമില്ല. നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈ കൊണ്ട് നിവർത്തിച്ചു മരിക്കുന്നു. ഒന്നാമതായിട്ട് ശലോമോൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇസ്രായേൽ ദൈവമായ യഹോവയുടെ മുമ്പിൽ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്ക് വേണ്ടി നിയമവും ദൈവം പാലിക്കുന്ന നിന്നെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഒരു ദൈവമില്ല. അപ്പം നമ്മുടെ അവിടെ മുട്ടുകുത്തിയേക്കുന്നതിന് രാജാവാണെങ്കിലും പ്രാർത്ഥിക്കുക നമുക്ക് കാണാം. മുട്ടുകുത്തി കൈമലർത്തി ആകാശദേവ കൈമലർത്തി പ്രാർത്ഥിക്കുന്ന ഇവിടെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റാണ് പറയുന്നത്. എന്താ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുൻപാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്ക് നിയമവും ദയയും പാലിക്കുന്ന. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ മുമ്പ് നടക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. അപ്പൊ എന്ത് വേണം? നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ അടുക്ക് നടക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നിയമവും നമുക്ക് ന്യായം ലഭിക്കണമെങ്കിൽ, നീതിയോടെ കാര്യം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ ഹല്ലേലൂയ അതിനെന്താ? പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നടക്കണം. ഹല്ലേലൂയ ആരെയും കാണിക്കാനായിരിക്കല് കാരണം ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന ആരും മറന്നു പോകല്. അവിടെ അവിടെ അവർക്ക് ആ ദാസന നിയമവും ദൈവം പാലിക്കുന്ന നിന്നെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ഒരു ദൈവവും ഇല്ല. വായിച്ച 15-ാം വാക്യം. 16. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസനോട് നീ എന്റെ മുമ്പാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ ന്യായപ്രമാണ പ്രകാരം നടക്കേണ്ടതിന്
തങ്ങളുടെ വഴി സൂക്ഷിക്ക മാത്രം ചെയ്താൽ ഇസ്രയേലിന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ നിനക്കൊരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നത് നിവർത്തിക്കണമേ. അടുത്തത് ദാവീദിനോട് തന്നെ ദാവീദ് ദൈവത്തിന്റെ മുമ്പിൽ നീതിയോടെ നടന്ന് എല്ലാം ചെയ്തു. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷേങ്കില് എന്നിട്ടും ദൈവോട് പറയുന്ന കാര്യം എന്താന്ന് വെച്ചാ, നീ എന്റെ മുൻപാകെ നടന്നതുപോലെ നിന്റെ പുത്രന്മാരും എന്റെ ന്യായപ്രമാണ പ്രകാരം നടക്കേണ്ടത് തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനം ഇരിപ്പാൻ നിനക്കൊരു പുരുഷന്റെ മുമ്പാകെ ഇല്ലാതെ വരികയെന്ന് അരുളി ചെയ്തിരിക്കുന്ന വർത്തിക്കണമേ. അപ്പൊ എന്താ നീ നടന്നത് പോലെ നമുക്ക് എന്തായാലും പറഞ്ഞു, നമ്മൾ ദിനവൃത്താന്ത പുസ്തകം രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഒരാള് ദാവീദിനെ പോലെ ആയിരുന്നു, അല്ലെങ്കിൽ പിതാക്കന്മാരെ പോലെ ദൈവത്തിന്റെ വഴിയിൽ നടന്ന് അടുത്ത് വരുമ്പോൾ ദൈവത്തിന്റെ വഴി നടന്നില്ല. ഇങ്ങനെ നമുക്കിതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ കഴിയും. ഇവിടെ ദൈവം കൃത്യമായിട്ട് പറഞ്ഞിട്ട്, നീ നടന്നതുപോലെ ന്യായപ്രമാണമൊക്കെ പാലിച്ചുകൊണ്ട് എന്റെ മുമ്പാകെ നടന്നാൽ നിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ തലമുറ ഇല്ലാതെ വരില്ല. അപ്പൊ നടന്നില്ലെങ്കിൽ പിതാക്കന്മാരെയൊക്കെ ദൈവം ഓർക്കും. ദാവീദിനെ ദൈവം ഓർക്കുന്നത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ദൈവം ആ സിംഹാസനത്തിലേക്ക് വാഴുവാനായിട്ട് ഹാലേല 1-2 പേരെയൊക്കെ വെച്ചിരുന്നു എന്ന് പറയുന്ന പോലെ പക്ഷേല് എന്നിരുന്നാലും നമ്മൾ പിതാക്കന്മാർ എത്ര വലിയ പുണ്യം ചെയ്തെന്ന് പറയും, മക്കൾക്ക് അതിന്റെ അനുഗ്രഹമൊക്കെ ഉണ്ടാകും പക്ഷെ എന്നിരുന്നാലും അവര് ചെയ്യുന്നതിന്റെ അതുപോലെ അത് പാലിച്ച് നടക്കുമെങ്കിൽ മാത്രമേ അവരുടെ തലമുറകൾ വീണ്ടും അതേപോലെ സിംഹാസനത്തിലേക്ക് കയറിയിരിക്കുകയുള്ളൂ എന്ന ഒരു പൊസിഷനിലേക്ക് നമ്മളെയാണെങ്കിൽ ദൈവം വിളിച്ച് വേർതിരിച്ച് നമ്മൾ ദൈവ കൃപയിലേക്ക് വന്നു. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ അങ്ങനെ നടക്കുകയും അതെല്ലാം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ മക്കൾക്ക് ചിലപ്പോൾ അനുഗ്രഹമായിരിക്കും. പക്ഷെ നമ്മുടെ മക്കൾ അത് ചെയ്യുന്നില്ല എങ്കിൽ, അതെല്ലാം വിട്ടുമാറി അവർക്ക് തോന്നിയതുപോലെ നടക്കുകയാണെങ്കിൽ അവർക്കും ഉണ്ട് തലമുറകൾ. അവരും എനിക്ക് അവരുടെയും തലമുറകൾ വരാനുണ്ട്. പക്ഷെ അവരൊക്കെ ആർക്കും ദൈവസന്നിധിയിൽ ഇതുപോലെ ദൈവത്തിന്റെ ഫേവറിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ ആദ്യം പറഞ്ഞു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്കുണ്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ നിയമവും ദൈവം പാലിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. വായിച്ച സിസ്റ്റർ താഴോട്ട്. ഇസ്രയേലിന്റെ ദൈവമായ യഹോവേ, നിന്റെ ദാസനായ ദാവീദിനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോടുകൂടെ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയൻ തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളിച്ചത സ്ഥലമായ ഈ ആലയത്തിന്മേൽ രാവും പകലും തൃക്കൺ പാർത്തരുളയണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെയും യാചനകളെ കേൾക്കണമേ. നിന്റെ വാത്സലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ടു ക്ഷമിക്കണമേ. പിന്നെ വായിക്കാം. ഇവിടെ പറയുന്ന ദൈവത്തിനെ കുറിച്ച് പറയുന്ന ദൈവം സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്ത ദൈവമാണ്. പിന്നെ ഭൂമിയിൽ ഈ ആലയത്തിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്കറിയാം സ്വർഗത്തില് സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്ത ദൈവം ഇന്ന് ശലോമോൻ പണിത് വലിയ ആലയത്തിലല്ല വന്നിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരിൽ വന്നിരിക്കുന്നു. ഇവിടെ പറയുന്നത് ദൈവം സ്വർഗത്തിൽ, ഇവിടെ വീണ്ടും പറയുന്നുണ്ട് സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ എന്ന് പറയുന്നത്. ദൈവം സ്വർഗത്തിൽ ഇരുന്നിട്ട് അവിടെ പ്രാർത്ഥന കേൾക്കണേ എന്നല്ല, ദൈവം നമ്മൾ ഇരുന്ന് തന്നെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. നമ്മൾ ഞാൻ എപ്പോഴും നമ്മുടെ ദാവീദിന് അതിനെ കുറിച്ച് വെളിപ്പാടുണ്ടായിരുന്നു. ദാവീദ് പറഞ്ഞു, ഏത് കുരിലുള്ള താഴ്വരയിൽ കൂടെ നമ്മൾ പോയാലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ എപ്പോഴും ഞാനിങ്ങനെ പറഞ്ഞു, നമ്മൾ രോഗക്കിടക്കയിലാണെങ്കിൽ എവിടെയാ നമ്മുടെ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മളൊരു കഷ്ടതയെ കൂടെ പോവുകയാണ്, നമ്മുടെ ഉള്ളിൽ നമ്മൾ തടവറയിൽ കിടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ഇപ്പൊ തടവറയിൽ കിടക്കുന്ന ഒരുപാട് ദേവദാസന്മാർക്കുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ. അവരവിടെ ഏകരായിട്ടല്ല കിടക്കുന്നത്. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു അവരിലുണ്ട്. ലോക അവസാനത്തിൽ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടത്തില്ല, നിങ്ങൾ ഉപേക്ഷിക്കയില്ലെന്ന് പറയുന്ന ദൈവം കൂടെയുണ്ട്. പക്ഷേ അന്നത്തെ കാലത്ത് ദൈവത്തെ കുറിച്ച് ഇതാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. ദൈവം വല്ലപ്പോഴും ഒരിക്കൽ സമാഗമന കൂടാരത്തിലേക്ക് ശ്രേഷ്ഠ മഹാ പുരോഹിതനൊക്കെ കയറി ചെല്ലും, അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ട് ആ സാന്നിധ്യത്തിലേക്ക് നമ്മൾ അരുളി ചെയ്യുന്ന ഒരാളോട് മാത്രം ഇങ്ങനെയൊക്കെ ആയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളോട് മാത്രം എപ്പോഴും ദൈവം സംസാരിക്കുന്ന ബാക്കിയുള്ളവരോടൊന്നും ദൈവം സംസാരിച്ചെന്ന് പോലും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇവർ പ്രാർത്ഥിക്കണം, സ്വർഗത്തിൽ ദൈവം പ്രാർത്ഥന കേൾക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ദൈവം സ്വർഗത്തിൽ നിന്നിട്ടല്ല പ്രാർത്ഥന കേൾക്കുന്നത്, നമ്മുടെ ദൈവം നമ്മൾ തന്നെ ഇരുന്ന് തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. ദൈവത്തിന്റെ ആലയം നമ്മൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളുമായിട്ട് ബന്ധമില്ലാതെയല്ല, ദൈവം നമ്മളുമായിട്ട് ഒന്നായിട്ട്
ഹാല പിതാവ് ആമേ ഹാല യേശു കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് ഞാനും പിതാവും ഒന്നായിരിക്കുന്ന പോലെ അല്ല അവരും നമ്മൾ ഒന്നാകേണ്ടത് ഹല അപ്പൊ ദൈവവും പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെയാണ് ആമേ നമ്മളും ഹല കർത്താവ് ദൈവമായിട്ട് ഒന്നായിരിക്കുന്നത്. അതുപോലെ നമ്മളും ഒന്നാക്കി തീർത്തിരിക്കുകയാണ് ഹല. അപ്പൊ അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ആ നിരപ്പിന്റെ ശുശ്രൂഷ അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ഹാലയിൽ ആ നടിച്ചുമർ ഇടിച്ചു കളഞ്ഞപ്പോൾ ഹല ഒന്ന് ഇവിടെ പക്ഷേ ശലോമൻ പ്രാർത്ഥിക്കുന്നത് ഇത്രയും വലിയ ആലയം പണം ഇത്രയും വലിയ ജ്ഞാനിയായ ആമേ ശലോമൻ ഹല ദൈവത്തെ പറഞ്ഞ് സ്വർഗത്തിൽ അടങ്ങാത്ത ദൈവം ഭൂമിയിൽ ഈ ആലയത്തിലേക്ക് എങ്ങനെ വന്നിരിക്കാൻ പറ്റും അങ്ങനെ അതുപോലെ ഞാൻ ഹല തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലിരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജാതികളെല്ലാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ ഹാലയില്. മറ്റുള്ളവർക്കെല്ലാം ദൈവം അങ്ങ് ദൂരെ അങ്ങ് സ്വർഗത്തിലങ്ങ് ഇരിക്കുന്ന ആരും ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ടല്ല കർത്താവ് നമുക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന ഏത് ബന്ധുക്കളെ കാട്ടി ഏത് സ്വന്തക്കാരെ കാട്ടി എത്ര പ്രിയപ്പെട്ടവരെ കാട്ടി അല്ല നമുക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുന്ന നമ്മുടെ കർത്താവ് തന്നെയാണ്. അല്ല നമ്മളോട് ചേർന്ന് ഹാലയിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാം അറിയുന്ന ഹാലയിലെ ഞാൻ കഴിഞ്ഞ ദിവസം പാട്ട് എഴുതി പറഞ്ഞത് നമ്മുടെ ഹൃദയ സ്പന്ദനങ്ങളെ അറിയുന്ന കർത്താവ് ഹാലലിയ. അതിനകത്തൊരു വഴി ഇങ്ങനെ ആ ലിറിക്സിൽ ആ ഒരു വരി ഇങ്ങനെ വന്നത് അപ്പൊ അത് നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം ഹാലലിയ ആമേ അതറിയും. നമുക്ക് പോലും അത് കൃത്യമായിട്ട് അറിയത്തില്ല. അറിയണമെങ്കിൽ നമ്മൾ ECG എടുത്ത് നോക്കി അല്ലെങ്കിൽ വല്ല എന്തൊക്കെ ചെയ്ത് നോക്കിയാൽ അറിയത്തുള്ളൂ. പക്ഷെ കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ ഇടുപ്പ് ഹാലലിയ ആമേ അതൊന്ന് കൂടിയാലോ കുറഞ്ഞാലോ കൃത്യമായി തിരിച്ചറിയുന്ന ദൈവമാണ് ഹാല നമ്മുടെ ആമേ. അപ്പൊ ശലോമാന്റെ ദൈവത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശലോമാൻ പ്രാർത്ഥിച്ച ദൈവത്തെക്കുറിച്ച് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചിന്തിക്കുന്നെങ്കിലും നമുക്ക് ദൈവം എങ്ങനെയാണെന്നും കൂടെ നമ്മൾ അതിൻ്റെ ഇടയിൽ ചിന്തിക്കണം ഹാലലിയ. വായിച്ചോ സിസ്റ്റർ. ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വെക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ തന്നെ വരുത്തി പ്രതികാരം ചെയ്യുവാനും നീതിമാന്റെ നീതിക്ക് ഒത്തവണ്ണം അവന് നൽകി നീതീകരിപ്പാനും അടിങ്ങൾക്ക് ന്യായം പാലിച്ചു തരേണമേ. നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്ത നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് നീ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തേക്ക് അവരെ തിരിച്ചു വരുത്തേണമേ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇപ്പം ശലോമോൻ പ്രാർത്ഥിക്കുന്നു. ഒന്നെന്ന് ഒരുത്തൻ തന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ട കാര്യം സത്യത്തിന് വെക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുമ്പാകെ വന്നു സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ തന്നെ വരുത്തി പ്രതികാരം ചെയ്യുവാനും നീതിമാന്റെ നീതിക്കൊത്തവണ്ണം അവന് നൽകി നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണം. അപ്പം ഒരു ദുഷ്ടനും ഒരു നീതിമാനും ഹാലേലിയ അവൻ ദുഷ്ടന്റെ ദുഷ്ടതയ്ക്ക് ഹാലേലിയ എന്ത് വേണം ദുഷ്ടത അവന്റെ തലമേൽ വരുത്തണം നീതിമാനും നീതി പാലിച്ചു. അത് ആര് ചെയ്യണമെന്ന് ശലോമോൻ പ്രവർത്തി ദൈവം ചെയ്യണമെന്ന് ഈ ആലയത്തിന് മുമ്പ് വന്ന ദൈവം ചെയ്യും. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ കാണുന്ന കേസുകൾ ഹാലയിൽ കൊടുക്കാണ്ട് ആൾക്കാരല്ലേ ഇന്ന് നാട്ടുകാരാണ് ഏറ്റവും വലിയ പരമോന്നത നീതിന്യായ കോടതികളെയൊക്കെയാണ് ഹാലേലിയ ദൈവത്തിന്റെ സ്ഥാന ജഡ്ജിമാരെയൊക്കെ കാണുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടേക്ക് ഒരു ജഡ്ജിനും ഹാലേലിയ ഇവരെ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് അവർക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവിടെ നിരത്തുന്ന തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിലാണ് അവരെപ്പോഴും വിധി കൽപ്പിക്കുന്നത് അല്ലെ. അവർ പറയുന്ന കേട്ട് അവതരിച്ച സാക്ഷികളുടെയും പലയും നിരത്തിയിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പം പലയിടത്തും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കുറ്റവാളി രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ തന്നെയാണെങ്കിലും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ എന്ന് വെച്ചാൽ എന്ത് വെച്ചാൽ അവർക്ക് ഇരിക്കുന്ന തെളിവുകളും ഇതെല്ലാത്തിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ നമ്മുടെ കർത്താവിന് മുമ്പിലേക്ക് ഒരു കോടതിയിലേക്ക് ഒരു കാര്യം കൊണ്ട് ചെന്നാൽ മുമ്പിലേക്ക് ഒരു കാര്യം കണ്ടാൽ കർത്താവ് കൃത്യമായിട്ടത് നീതിമാനാരാ ദുഷ്ടനാരാന്ന് അവിടെ നമ്മൾ പലപ്പോഴും പല കേസുകളുടെയൊക്കെ കേൾക്കുമ്പോഴത്തേനും ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം ചില മിക്കതും ഫാബ്രിക്കേറ്റഡ് ആയ കേസുകളൊക്കെ ആയിരിക്കും, നിരപരാധികളൊക്കെ ആയിരിക്കും അതിനകത്തൊക്കെ വരുന്നത്. പക്ഷെ നമുക്കിത് തിരിച്ചറിയാൻ പറ്റും. സമൂഹം പിന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഒക്കെയാണ് പിന്നെ അവര് എന്ത് കിട്ടിയാലും ആഘോഷിക്കുന്ന പറയുന്നത് അത് സത്യമാണോ ന്യായമാണോ നീതിയാണോ ഒന്നും നോക്കത്തില്ല. പിന്നെ അതിന്റെ പിന്നാലെ ആൾക്കാർ പൊക്കോളും പക്ഷെ ഇവിടെ എന്റെ കർത്താവിന് ഒരു പ്രത്യേകതയുണ്ട്. കർത്താവിന് കൃത്യമായിട്ട് അറിയും.
അല്ലെ, അങ്ങനെയുള്ള കർത്താവിന്റെ മുമ്പിലേക്ക് കേസ് എത്തിക്കഴിഞ്ഞാൽ, അത് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ തലമേലും തന്നെ വരുത്തി പ്രതികാരം ചെയ്യും, നീതിമാന്റെ നീതിക്കത്തണം, അവന് നീതി നൽകി നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരാം. അപ്പൊ ന്യായം പാലിച്ചു തരേണ്ടതിന് ദുഷ്ടനും നീതിമാനും വരുമ്പോൾ ദൈവം ന്യായം പാലിക്കണമെന്ന് ഒന്നാമത്തെ. രണ്ടാമത്തെ പ്രാർത്ഥന വീണ്ടും നേരത്തെ നമ്മൾ 2 പ്രാർത്ഥന കണ്ടിരുന്നു, പക്ഷെ ഇവിടെ വീണ്ടും ഈ ആലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത്, ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുക നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് തിരിഞ്ഞു നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയത്തിലേക്ക് വന്നു വെച്ച് നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത് നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ജനമായ ഇസ്രായേൽ പാപം ക്ഷയിച്ച് നീ അവർക്കും അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ തിരിച്ചു വരുത്തണമേ. ഹല്ലേലൂയ. അടുത്ത ഇപ്പൊ നമ്മുടെ ഇസ്രായേൽ ജനം തന്നെ പാപം ചെയ്ത് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത്. പാപം ചെയ്യുമ്പോൾ ഏതെങ്കിലും ശത്രു രാജ്യക്കാർ ഇവര് പിടിച്ചുകൊണ്ട് പോകും, അവിടെ ചെന്ന് നിലവിളിക്കും, അപ്പൊ പിന്നെ തിരിച്ച് മടക്കി വരുത്തേക്ക്. അങ്ങനെ അവരുടെ പാപം ചെയ്യണം. അപ്പൊ ഏത് പാപത്തിനും പരിഹാരം ഒന്നേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്നറിയോ? ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് വിളിച്ചാൽ നമുക്ക്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഏത് പാവമാണെങ്കിലും അത് എത്ര കടും ചുവപ്പാണ്, ഞാൻ പറയും, ഹൃദയസന്നിധിയിൽ നമ്മുടെ ദൈവസന്നിധി ഹൃദയത്തിൽ നിന്നുള്ള നിലവിളി വന്നാൽ ദൈവം അത് അപ്പൊ തന്നെ ക്ഷമിക്കും, പിന്നത്തേക്ക് വെക്കും. പക്ഷേ ആ നിലവിളിക്കുമ്പോ കള്ളക്കണ്ണീരാണോ ഞങ്ങളുടെ കുഞ്ഞു പറയുന്നത് സത്യക്കണ്ണീരാണോ ദൈവത്തിന് അറിയാം. അവന്റെ മോളെ അമ്മ ഇത് സത്യക്കണ്ണീരാണ്. അപ്പൊ അതുപോലെ കള്ളക്കണ്ണീരാണോ സത്യക്കണ്ണീരാണോ ദൈവത്തിനറിയാം. കാരണം ഹൃദയം ഉറങ്ങി ദൈവസന്ധിയിൽ നമ്മൾ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപം എത്ര കടിഞ്ഞ് എന്ത് പാപം ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം ആ നിമിഷം നമ്മൾ അത് മറന്നു കളയും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആരോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആരോടാ ഞാൻ എടുക്കുന്നില്ല, എന്തോ കാര്യങ്ങൾ പറയുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, ദൈവം ഒരിക്കലും പഴയ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കത്തത് പോലുമില്ല. ദൈവം ഒരിക്കൽ ക്ഷമിച്ചാൽ അത് ആഴിയുടെ ആഴങ്ങളിലേക്ക് ഇട്ട് കളയുന്ന പറയും നമ്മുടെ പാപങ്ങൾ. പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കുക ഒരാൾ വന്നിട്ട്, ആരാന്നറിയാം, അത് പിശാചാ. നീ പണ്ട് അങ്ങനെയായിരുന്നില്ലേ, നീ പണ്ട് ഇങ്ങനെയായിരുന്നില്ലേ, അതൊക്കെ ദൈവം മറന്നു കാണുമോ, അതൊക്കെ ദൈവം ക്ഷമിച്ചിട്ടുണ്ടാവുമോ, അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഈ കഷ്ടത ഇപ്പൊ നിൽക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിശാച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മിപ്പിക്കും. പക്ഷേ എന്റെ ദൈവം ഒരിക്കലും കഴിഞ്ഞു നിന്ന് നമ്മൾ സുവിശേഷങ്ങളൊക്കെ കാണും. ദൈവം വിടുവിച്ച് രക്ഷിച്ച് അല്ലെങ്കിൽ പാപം മോചിപ്പിച്ച് കൂടെ കൊണ്ടുവന്ന ആരോട് നീ പണ്ട് അങ്ങനെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല, ഒരിടത്ത് പോലും ചോദിച്ചിട്ടില്ല. മക്കളുടെ കാലത്ത് മറിയൊക്കെ ദൈവത്തോട് കർത്താവിനോട് കൂടെ നടന്നു, മറിയേ നീ പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നീ അത് ഇടയ്ക്കൊക്കെ ഓർത്തണോ എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇല്ല, ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ദൈവം കർത്താവായ ദൈവം ഒരിക്കലും നമ്മുടെ പാപങ്ങളെ ഓർമ്മിപ്പിക്കത്തില്ല. പക്ഷേ മനുഷ്യന്റെ മനസ്സിൽ പിശാചിന്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് മനുഷ്യനൊന്നും മറക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ, ഇപ്പൊ ചില ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വഴക്കിടുമ്പോ പണ്ടങ്ങാണ്ട് ഉള്ള കാര്യങ്ങൾ വരെ നീ പണ്ട് അങ്ങനെ ചെയ്തില്ല, നീ പണ്ട് പറയല്ലേ. കാരണം എന്ന് വെച്ചാൽ അത് മറക്കുന്നില്ല, അവരുടെ ഹൃദയത്തിൽ അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. കാരണം എന്താട്ടെ അത് പൈശാചികമായ ഒരു പ്രേരണയാണ് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാണ്. പക്ഷേ നമ്മുടെ ദൈവം പറഞ്ഞേക്കുന്നേ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ സൂര്യൻ അസ്തമിക്കോളം വെച്ചോണ്ടിരിക്കല്ലോ. എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിക്കാൻ പറഞ്ഞ് തീർത്തോണം, പിന്നെ അത് പിറ്റേ ദിവസത്തേക്ക് വെച്ചോണ്ടിരിക്കല്ലോ. കഴിഞ്ഞ ആഴ്ച ഏതൊരു ദേവദാസൻ പ്രസംഗിച്ചപ്പോ ഇങ്ങനെ പറയുന്നേ കേട്ടു. ആരോ അവരെ എന്തോ പറഞ്ഞു, കുറെ ചിത്തവളി ഏതാണ്ട് പറയുന്നുണ്ടൊക്കെ പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൊന്നും മിണ്ടിയില്ല. ദൈവദാസനല്ല, അങ്ങനെ ദൈവദാസനാണെന്ന് തോന്നുന്നു ആരോ പറഞ്ഞു. അപ്പൊ ദൈവദാസനല്ല, അങ്ങ് ക്ഷമിച്ച് അല്ലെങ്കിൽ തിരിച്ച് മിണ്ടാതിരിക്കണം ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. അരക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ ഞാൻ മിണ്ടാതിരുന്നത് പോലെ നിങ്ങൾ എല്ലായിടത്തും പ്രതികരിക്കലും മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പക്ഷേ മിണ്ടാതിരുന്നിട്ട് അവിടെ പ്രതികരിച്ചില്ല. പക്ഷേ ഞാനിപ്പോ എന്നെ തന്നെ പാലുന്നത് ഞാൻ ചെയ്യുമ്പോൾ സാറാ മിസ്റ്റർ അവരുണ്ടല്ലോ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ഞാനുണ്ടല്ലോ അങ്ങ് കടിച്ചു പിടിച്ചങ്ങ് നിന്ന് ഒന്നും ഞാൻ പ്രതികരിച്ചില്ല കേട്ടോ. അത് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പറയേണ്ടതാണ്, പക്ഷെ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. സാറാ മിസ്റ്റർ പറഞ്ഞു, അതുണ്ടല്ലോ അവര് എന്നെ അങ്ങനെ പറഞ്ഞായിരുന്നു. ഒരു 10 പേരെ വിളിച്ച് ഞാനത് പറയുകയാണ്. ദൈവദാസൻ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നാളെന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മിണ്ടാതൊന്നും പ്രതികരിച്ചില്ല. മിണ്ടാതിരിക്കണമെന്ന് ദൈവം പറഞ്ഞേക്കുന്നുണ്ട്, ഞാൻ ശബ്ദിക്കാൻ പോലും പോയില്ലെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഞാൻ മിണ്ടാതിരുന്ന് ആരുടെ മുമ്പിൽ അവരുടെ മുമ്പ് പക്ഷെ അവരുടെ മുമ്പ് മിണ്ടാതിരുന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ പോയി മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഇതും ഭയങ്കര തെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ, നമ്മൾ അത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു മനുഷ്യനോടും നീ അത് മിണ്ടാൻ പാടില്ല, നീ അത് പരാതിയായിട്ട് പറയാൻ പാടില്ല, കുറ്റമായിട്ട് പറയാൻ പാടില്ല, കുറവായിട്ട് പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നെങ്കിൽ നമ്മുടെ നാവ് ആരുടെ കയ്യിലാണ്? പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുക ചെയ്യും. അപ്പൊ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്തും ഇത് നമുക്ക് ഓർമ്മ വേണം. അപ്പൊ ഇവിടെ ഇവര്
പാപം ചെയ്ത് മറ്റിടത്തേക്ക് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയാൽ പോലും അവര് ദൈവത്തോട് അപേക്ഷിച്ചാൽ മടക്കി വരുത്തണമേ. ഇപ്പൊ നമ്മൾ ഏത് പാപമാണെങ്കിലും ഏത് കുറവാണെങ്കിലും ദൈവത്തോട് നമ്മൾ ഹൃദയപൂർവ്വം അപേക്ഷിച്ച ദൈവത്തിന് മടക്കി വരുത്താൻ കഴിയും. എവിടേക്കാ നമ്മൾ ആയിരുന്ന സ്ഥലത്തേക്ക് നമ്മളെ യഥാസ്ഥാനപ്പെടുത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവസന്നിധി തന്നെയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. വായിച്ച സിസ്റ്റങ്ങളൊക്കെ. അവർ നിന്നോട് പാപം ചെയ്തുകൊണ്ട് ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമം സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയതുകൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടു തിരികുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രയേലിന്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. അടുത്തത് മഴ പെയ്യാതിരുന്നാൽ, ദേശത്ത് മഴ പെയ്യാതിരുന്നാൽ, ഇവിടെ പറയുന്നത് ആകാശം അടഞ്ഞു മഴ പെയ്യാതെ. അത് എന്തുകൊണ്ടാ? ജനം അവർ നിന്നോട് പാപം ചെയ്യുക കൊണ്ട് ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ. ഹല്ലേലൂയ. അപ്പൊ ആകാശം അടഞ്ഞ് മഴ പെയ്യാതിരിക്കാനും കാരണം ജനത്തിന്റെ പാപമാണെന്ന് മനസ്സിലാകുന്നല്ലോ ഇവിടെ. അവരെ താഴ്ത്തി കഴിഞ്ഞാൽ അപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? അവിടെ പറയാം, സ്വർഗത്തിൽ നിന്റെ ദാസന്മാരുടെ നിന്റെ ജനമായ ഇസ്രായേലിനെ പാപം ക്ഷയിച്ച് അവർ നടക്കേണ്ട നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത് നിന്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണമേ. അപ്പൊ ഇവിടെ പാപങ്ങൾ അവർ ദൈവത്തോട് അപേക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ചുമ്മാ ദൈവമേ മഴ പെയ്യണേ, മഴ ഭയങ്കര ചൂടാണേ മഴ പെയ്യണമെന്നല്ല, പാപങ്ങളെ വിട്ടു തിരിഞ്ഞ് ഇവിടെ പറയുന്ന അവർ തന്നെത്താനെ താഴ്ത്തി തങ്ങളുടെ പാപങ്ങളെ വിട്ടു തിരികുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് ദൈവം പ്രാർത്ഥന കേട്ട് അവരെ മടക്കി അവിടെ പറയുന്നത് പാപം ക്ഷമിച്ചവർ നടക്കേണ്ട നല്ല വഴി അവരെ ഉപദേശിക്കും. അപ്പം ദൈവത്തിന്റെ മുമ്പിൽ അപേക്ഷിക്കുമ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെ വെച്ചാൽ അവർ തന്നെത്താൻ താഴ്ത്തണം, ദിവസം അപേക്ഷിക്കണം, ദൈവം അത് കാണണം. ഇവരെ വിട്ടു തിരിഞ്ഞൊന്ന് കണ്ടിട്ട് അവരെ മടക്കി നല്ല വഴി കൂടെ നടത്തി എന്നിട്ട് ദേശത്തിന് അവകാശമായി കൊടുത്ത ദേശത്ത് മഴ പെയ്യുകയും ചെയ്യണം. അപ്പൊ മഴ പെയ്യാതിരിക്കുന്നതും വലിയ ചൂട് വരുന്നതും ഇതൊക്കെ എന്തുകൊണ്ടാണെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഭാഗം നമ്മൾ ഇന്നെടുത്ത്. അടുത്ത് വായിച്ചോ. ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രയേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താന്താന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്റെ വഴികളിൽ നടപ്പാൻ തക്കവണ്ണം നിന്നെ ഭയപ്പെടേണ്ടതിന് നീ ഓരോരുത്തന്റെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തന് അവനവന്റെ നടപ്പ് പോലെ ഒക്കെയും നൽകുകയും ചെയ്യണമേ. നീ മാത്രമല്ലോ മനുഷ്യപുത്രനാട് ഹൃദയങ്ങളെ അറിയുന്നത്. അടുത്ത ദേശത്ത് ഹല്ലേലൂയ എന്താ പറയാ, ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ് വെട്ടുക്കിളി തുള്ളൻ എന്നിവയെ ഉണ്ടായാൽ. അപ്പൊ നമ്മള് ഒരു വലിയ പാൻഡമിക് സിറ്റുവേഷനിൽ കടന്നുപോയ ആൾക്കാരല്ലേ കോവിഡ് വന്ന സമയത്ത്. അപ്പൊ ഇതൊക്കെ വെറുതെ ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കിക്കോണം. എവിടെയൊക്കെ കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ എന്നിട്ട് അതുപോലെ തന്നെ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളെ ദേശത്തിന് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥന. ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, മഹാവ്യാധിയൊക്കെ വരുന്ന സമയത്ത് അതിൽ ഒരുത്തൻ എങ്കിലും ജനം മുഴുവൻ. അപ്പൊ ഒരുത്തൻ നന്നായി പ്രാർത്ഥിച്ച അവനെ തൊടത്തില്ല. അതവിടെ പറഞ്ഞേക്കുന്ന കാര്യം. കോവിഡ് വന്ന സമയത്തൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ നടത്തില്ല, ആദ്യമേ ആരംഭത്തിൽ ദൈവം എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണ്ട, ഇപ്പൊ അത് മാറത്തില്ല. ആദ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ദൈവം എന്നോട് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്കുള്ളതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ ആമേൻ. അവിടെ ഞാൻ പറയും കോവിഡ് ഉള്ള ആൾക്കാരുടെ കൂടെ തന്നെ നമ്മൾ സഹകരിക്കുകയും ഹല്ലേലൂയ എല്ലാം ചെയ്യുമ്പോൾ അവർക്ക് എല്ലാവർക്കും ടെസ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് പോസിറ്റീവ് നമുക്ക് നെഗറ്റീവ്. ദൈവം പറഞ്ഞ പ്രോമിസ് എപ്പോഴും ദൈവം ഹല്ലേലൂയ പാലിക്കുന്ന ദൈവം ഹല്ലേലൂയ ആമേൻ. ഇവിടെ വന്ന് നമ്മൾ കാണുന്നുണ്ട് എല്ലാവർക്കും വരുന്നതിന് എല്ലാ ജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചാലേ ഇത് വരാതിരിക്കത്തുള്ളൂ എന്നല്ല, നീ ഒരുത്തൻ പ്രാർത്ഥിച്ചാലും നിനക്ക് വരത്തില്ല. ഈ കാര്യങ്ങളൊക്കെ മഹാമാരിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുവൻ നമുക്ക് ഒറ്റയ്ക്ക് നമുക്ക് ദിവസത്തിന് പറയാം. ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞത് വല്ല ദീനം ഉണ്ടായി യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാചനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ തന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ആലയത്തിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുക. ഓരോരുത്തൻ
അതൊക്കെ പേഴ്സണലായിട്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കൈമിളർത്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത്. നമ്മളിപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇത്രയും ആൾക്കാർ കൂടിയിരിക്കുന്നു. നമ്മളെല്ലാവരും ഇരിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? ഇവിടെ എല്ലാ വിഷയങ്ങളും വെച്ച് പ്രാർത്ഥിക്കും. പക്ഷേ ഈ പ്രാർത്ഥനകളുടെ മറുപടി എങ്ങനെ ലഭിക്കുന്നതെന്നറിയോ? ആരൊക്കെ എത്രയൊക്കെ ഗ്രൂപ്പ് കൂടി പ്രാർത്ഥിച്ചാലും ഞാൻ പറയാം, അവനവൻ ദൈവസന്നിധിയിലേക്ക് തിരിയണം. ദൈവസന്നിധിയിലേക്ക് തങ്ങളെ തന്നെ താഴ്ത്തണം. ദൈവത്തിന് മുഖത്തേക്ക് നമ്മൾ നോക്കണം. അതുകൊണ്ട് ഞാൻ പേഴ്സണൽ പ്രേയറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഗ്രൂപ്പായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടോ ചുണ്ട്, പക്ഷേ എന്നാലും വ്യക്തിപരമായി നമ്മളും ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ച് ദൈവസന്നിധി നമ്മൾ താഴ്ത്തുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പ്രാർത്ഥന നമുക്ക് ഏറെ ഫലം ചെയ്യും. നമ്മളിവിടെ യാതൊരു മാറ്റമില്ല, പഴയതുപോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ മറ്റുള്ളവർ എത്ര തലകുത്തിക്കിടന്ന് പ്രാർത്ഥിച്ചാലും നമ്മുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തില്ല. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ദൈവസന്നിധി ഓരോ ദിവസവും എന്റെ യഥാർത്ഥ സ്വഭാവം എന്താന്ന് ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഇല്ല. എന്റെ ഹൃദയത്തിൽ എന്തൊക്കെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാൻ പറ്റും? ഇല്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നതും ഈ കാര്യങ്ങൾ മാത്രമല്ല, ദൈവം ചിലപ്പോൾ വെളിപ്പെടുത്തി ആത്മാവിനെ വെളിപ്പെടുത്തി ചിലപ്പോൾ അറിയാൻ പറ്റുന്നല്ലാതെ പൂർണ്ണമായി അറിയാം. പക്ഷെ എന്നെ പൂർണ്ണമായി അറിയുന്ന ഒരേ ഒരാൾ എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പൊ കർത്താവിനറിയാം എനിക്ക് എവിടെയാണോ, ഞാൻ എവിടെയാണോ, എന്താണ് എന്നിലുള്ള കുഴപ്പമെന്ന് അറിയുന്ന ആൾ കർത്താവ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ദൈവസേന അപ്പൊ ഇൻഡിപെൻഡന്റ് നമ്മൾ പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും ദൈവസന്നിധിയിലേക്ക് നോക്കുന്നത്, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്നത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പറയുന്ന എന്നിട്ട് യാചനയും കഴിക്കുക, ഓരോരുത്തരും താൻ തന്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിലേക്ക് കൈമളത്തെ നീ നിന്റെ വാസസ്ഥലമായി സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കുകയും തങ്ങളുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തൊക്കെ അവർ ജീവിച്ചിരിക്കും കാലത്തൊക്കെയും നിന്റെ വഴിയെ നടപ്പാൻ തക്കണം നിന്നെ ഭയപ്പെടേണ്ടത് നീ ഓരോരുത്തരുടെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തരുടെ നടപ്പ് പോലെയൊക്കെയും നൽകുകയും ചെയ്യണം. ചലവും പ്രാർത്ഥിക്കുന്ന ദൈവം അത് ചെയ്യണം ഇത് ചെയ്യണമെന്നല്ല, ഓരോരുത്തരുടെ ഹൃദയം അറിയുന്നത് പോലെ ഓരോരുത്തരുടെ നടപ്പ് പോലെ നീ അവർക്ക് അവനവന്റെ നടപ്പ് പോലെയൊക്കെയും തന്നെ നീ മാത്രമല്ലോ മനുഷ്യപുത്രന്മാരുടെ ഹൃദയങ്ങളെ അറിയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ദൈവത്തിന് മാത്രമാണ് നമ്മുടെ ഹൃദയത്തെ യഥാർത്ഥം. നമ്മുടെ ഹൃദയം എന്താ പറയാ, കാർഡിയോളജിസ്റ്റിന് മുമ്പ് ചെന്ന് നിന്നാലും അവരെന്തൊക്കെ ഹൃദയത്തെ പരിശോധിച്ചാലും ഹൃദയത്തിന്റെ വിചാരങ്ങളും ഹൃദയത്തിരിക്കുന്ന ചിന്തനങ്ങളും ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അല്ലേ? ഇവിടുത്തെ ഏറ്റവും ഫേമസ് കാർഡിയോളജിസ്റ്റിന് എടുത്ത് എന്താ പറയാ, ഡോക്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന രഹസ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചാൽ അവർക്ക് നടക്കുന്നില്ല. പക്ഷേ സർവശക്തനായ ദൈവത്തോട് നമ്മൾ ചോദിക്കണം, കർത്താവ് എന്റെ ഹൃദയത്തിലെ ഒളിപ്പിച്ചു രഹസ്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് ദൈവം അക്കമിട്ട് പറഞ്ഞു തരും. ഹല്ലേലൂയ. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും പറഞ്ഞു തരാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ടാണ് നീ മാത്രമല്ലോ മനുഷ്യപുത്രന്റെ ഹൃദയങ്ങളെ അറിയുന്നത്. വായിച്ച സിസ്റ്റർ, നിന്റെ ജനമായ ഇസ്രയേലിലുള്ളവനല്ലാത്ത അന്യജാതിക്കാരൻ നിന്റെ മഹത്വമുള്ള നാമവും ബലമുള്ള കൈയും നീട്ടിയിരിക്കുന്ന ഭുജവും ഹേതുവായി ദൂരദേശത്തു നിന്ന് വന്നാൽ അവർ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും നിശ്ചയം. നീ നിന്റെ വാസ്തലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഭൂമിയിലെ സകല ജാതികളും നിന്റെ ജനമായ ഇസ്രയേൽ എന്ന പോലെ നിന്റെ നാമത്തെ അറിഞ്ഞ് നിന്നെ ഭയപ്പെടുകയും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിയുകയും ചെയ്യേണ്ടതിന് അന്യജാതിക്കാർ നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെയും ചെയ്തു കൊടുക്കണമേ. നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തെരഞ്ഞെടുത്ത ഈ നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്കും തിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ. അവർ നിന്നോട് പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യനില്ലല്ലോ. നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ദേശത്തേക്ക് ബദ്ധരാക്കി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ തങ്ങളുടെ ഹൃദയത്തിൽ ഉണർന്ന് പ്രവാസ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്ത് അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ പ്രവാസ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്കിലേക്ക് തിരിഞ്ഞ് നീ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തേക്കും നീ തെരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ നിന്റെ നാമത്തിന് പണിതിരിക്കുന്ന ഈ ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസ്തലമായ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥനയും യാചനകളും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്ത നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ഇപ്പോഴും എന്റെ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചുമിരിക്കണമേ.
ആകയാൽ യഹോവയായ ദൈവമേ, നീയും നിന്റെ ബലത്തിന്റെ വെട്ടവും എഴുന്നേറ്റ് നിന്റെ വിശ്രാമത്തിലേക്ക് വരണമേ. യഹോവയായ ദൈവമേ, നിന്റെ പുരോഹിതന്മാർ രക്ഷാവസ്ത്രം ധരിക്കുകയും നിന്റെ ഭക്തന്മാർ നന്മയിൽ സന്തോഷിക്കുകയും ചെയ്യുമാറാകട്ടെ. യഹോവയായ ദൈവമേ, നിന്റെ അഭിഷിക്തന്റെ മുഖം ത്യജിച്ചു കളയരുതേ. നിന്റെ ദാസനായ ദാവീദിനോടുള്ള കൃപകളെ ഓർക്കണമേ. അമേൻ. സ്തോത്രം. ഇവിടെ അടുത്തത് ജാതികളായവരാണെങ്കിലും ഈ ആലയത്തെ കുറിച്ച് കേട്ടിട്ട് അവിടെ വന്നവർ പ്രാർത്ഥിച്ച്, അന്യജാതിക്കാർ എന്ന് പറയും, അന്യജാതിക്കാർ നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊടുക്കും. അപ്പൊ അത് പ്രാർത്ഥിക്കുകയും ചെയ്ത് അതൊക്കെ ചെയ്തു കൊടുക്കണം. അത് കഴിഞ്ഞ ശേഷം ഇവിടെ പറയുന്ന ഈ ആലയം പണിത ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു കൂടി ഇരിക്കണമെന്നും ഹാലയില്ല. അത് കഴിഞ്ഞ ശേഷം അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമെന്നും, അപ്പൊ നിന്നോട് പാപം ചെയ്യാത്ത എന്നിട്ട് പറയുന്ന അതറിഞ്ഞ് അടുത്ത പറയുന്നത് പുത്രൻ, അവൻ നിന്നോട് പാപം ചെയ്യുകയും, എന്നിട്ട് ശലോമോൻ തന്നെ പറയാം, പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. കാര്യം സത്യമാണത്. കാരണം പാപം ചെയ്യാത്ത മനുഷ്യരില്ല. പാപം ചെയ്യാത്തൊരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അവൻ ദൈവമാണ്. ഹല്ലേലൂയ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ദേവദാസൻ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കാൻ വന്നപ്പോഴും പറഞ്ഞ്, പാപം നിങ്ങൾ ആരെങ്കിലും ഹല്ലേലൂയ എന്താ പറയാ, പാപികളല്ല, പാപം ചെയ്തിട്ടേ ഇല്ല, അങ്ങനെ എന്തോ ഒന്ന് കാര്യം പറഞ്ഞു. ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി. ആരൊക്കെ കൈ ഉയർത്തിയിട്ട് അപ്പൊ പറഞ്ഞു, ഒന്നിങ്ങോട്ട് മുമ്പോട്ട് കയറി, ഞാൻ കാറ്റിലൊന്ന് വീണോട്ടെ എന്ന് പറഞ്ഞു. കാരണം നിങ്ങളൊക്കെ പിന്നെ ദൈവമാണല്ലോ, അതുകൊണ്ട് എന്ന് പറയുന്ന പോലെ. അപ്പൊ നമ്മൾ ഇവിടെ ശലോമോൻ പറഞ്ഞത് പാപം ചെയ്യാത്തപ്പോ നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഹാല ചില ആൾക്കാരുടെ ഭയങ്കര സ്വയനീതീകരണം പറയും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുന്നില്ല, ഞാനിപ്പോ നമ്മുടെ പരീക്ഷന് പ്രാർത്ഥന പോലെയാണ്. അല്ല, ഞാൻ ഭയങ്കര എന്താ പറയാ, നീതിയോടെ നടക്കുന്നു, അല്ലെങ്കിൽ അതാണ് ഞാൻ തെറ്റൊന്ന് ചെയ്ത്. പക്ഷെ നമ്മൾ പാപം ചെയ്യാത്ത മനുഷ്യരാരും അല്ലെ, അവരുടെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ഇന്ത്യയിലെ വിചാരങ്ങളിലെങ്കിലും പാപം വരും. ആരെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയാം, അവരെ കുറിച്ച് അസൂയ, ഒരു കുശുമ്പോ, ഒരു കുന്നായ്മ, അല്ലെ എന്തെങ്കിലും ഹൃദയത്തിലേക്ക് കയറുന്നത്, അത് പാവമാണ്. അല്ലേ, അസൂയപ്പെടാത്ത മനുഷ്യർ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? അല്ല, കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് സിസ്റ്റർ ആരാണ് സംസാരിക്കും, അസൂയയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, അസൂയ ഇപ്പോഴും തുടങ്ങിയല്ല, അങ്ങ് ഉൽപ്പത്തി തുടങ്ങിയതാണ്. അപ്പൊ അതെന്താ സിസ്റ്റർ, അവർ ഉൽപ്പത്തിലാക്കി കയ്യിന് ഹാബിയിലും തുടങ്ങിയതാ. അല്ല, യേശു കർത്താവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ എടുത്തെഴുതിയേക്കുന്നത് യേശുവിനെ അസൂയ നിമിത്തം അത്രയും അവര് കൊണ്ടുവന്നതെന്ന് അല്ല എടുത്തെഴുതിയിട്ടുണ്ട്. അവൻ ദാവീദിന്റെ കാര്യത്തിൽ നമുക്ക് അസൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ഹൃദയത്തെ അസൂയൊക്കെ എപ്പോഴെങ്കിലും കടന്നു വരും. നമ്മളെ കാട്ടി നന്നായി മറ്റുള്ളവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ കാട്ടി നന്നായി, അല്ലെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് സന്തോഷത്തെക്കാട്ട് മുമ്പ് ചിലപ്പോൾ അറിയാണ്ട് അങ്ങനെ ഒരു ഇത്. പക്ഷെ പെട്ടെന്ന് നമ്മളെ ദൈവമക്കളായതുകൊണ്ട് തിരുത്തും അത് പേലയില്. പണ്ടൊക്കെ അല്ലെങ്കിൽ അതിങ്ങനെ വെച്ചോണ്ടിരിക്കാതെ അല്ലേ താരാമസിസ്റ്ററെ? പണ്ടൊക്കെ നമ്മുടെ ഹൃദയം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ എന്താ പറയാ, വരുമ്പോഴാണ് ശാസിച്ചാന് പുറത്തു വിടും നമ്മൾ ഹാലില്. ഇതൊക്കെ ചെയ്യാത്ത മനുഷ്യരുണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ നാവ് എപ്പോഴും എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ നാവ് എപ്പോഴും നമ്മളെ എന്ന് പുകഴ്ത്തിക്കൊണ്ടിരിക്കും, മറ്റുള്ളവരെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാവിന്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നതല്ല, ഞാൻ പറയും, ഇപ്പൊ ഏത് കുറ്റവാളി പിടിച്ചോണ്ട് എത്തിക്കട്ടെ, ഏത് തെറ്റ് ചെയ്തിട്ട് അവര് ന്യായീകരിക്കാൻ അവന്റെ ന്യായീകരണങ്ങളുണ്ടാവും. ഒന്നുമില്ലെങ്കിൽ പറയും പേരൻസിന്റെ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണ്, അമ്മയപ്പം അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അല്ലാത്ത, അങ്ങനെ എന്തെങ്കിലും ന്യായം അവരുടെ ഭാഗത്ത് അവർ പറയും. അല്ലെ, കാരണം വെച്ചാൽ അവരെപ്പോഴും അവർ തന്നെ സ്വയം നീതീകരണം മനുഷ്യന്റെ സ്വഭാവമാണ് ഹാലില്. പക്ഷേ ദൈവസേന സ്വയം നീതീകരണത്തിന് ഹാലിൽ ഒരു സ്ഥാനവുമില്ല. ദൈവസേനയിൽ തെറ്റുകൾ ഏറ്റു പറഞ്ഞ് താഴ്ത്താം. അപ്പൊ ഇവിടെ യുദ്ധത്തിന് പോകുന്നവരെ കുറിച്ചും ഹാലില് അന്യജാതിക്കാരെ കുറിച്ചും അവരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ശലോമോൻ പറയുന്നത്, അവർ നിന്നോട് പാപം ചെയ്യും, പാപം ചെയ്യാത്ത മനുഷ്യരില്ലോ, നീ അവരോട് കോപിച്ച് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിക്കുക, അവരെ ദൂരദേശ സമയത്ത് നേരത്തെ നമ്മൾ വായിച്ചതിനകത്ത് തന്നെയല്ല. അപ്പൊ ദേശത്ത് കൊണ്ടുകയും ചെയ്താൽ അവിടെ നിന്ന് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ഏത് ദേശത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും, ഏത് സ്ഥലത്ത് നിന്ന് ആലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധത്തോടെ പറയുന്നില്ല. ആലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചാലുള്ള കാര്യം പറയും. ഇതിപ്പോ ഇവിടുന്ന് പോയി ദൂരദേശത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും സ്വർഗത്തിൽ ദൈവം പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറയുന്നത്. ഇവിടെ അത് കഴിഞ്ഞ ശേഷം, നിന്നോട് പാപം ചെയ്ത് നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ഇപ്പോഴും എന്റെ ദൈവമേ, ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥനയ്ക്ക് നിന്റെ കണ്ണ് തുറന്നും നിന്റെ ചെവി ശ്രദ്ധിച്ചും ഇരിക്കണമേ. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് ദൈവം തന്നെ ചോദിച്ചു, എന്റെ കണ്ണ്, എന്റെ ചെവി മന്ദമായി പോയിട്ടുണ്ടോ? എനിക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും തുറന്നായിരിക്കുന്നത്. ദൈവത്തിന്റെ ചെവി എപ്പോഴും ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല, നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും കേട്ടോണ്ടിരിക്കുകയാണ്. നല്ല എന്നോട് ഒരു ഞാൻ എന്നോട് സംസാരിക്കുന്ന ഇടയപ്പം ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു കാര്യം എന്നെ വിളിച്ചെങ്കിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവസേന. അപ്പം ഇത് 2 വർഷത്തിന് മുമ്പ് കണ്ട എനിക്ക് തോന്നുന്നു, എന്തോ ഒരു സമയത്തിന് മുമ്പ്, 1 വർഷത്തിന് മുമ്പ് കണ്ട് ഇതൊരു ഒരു അപ്ഡേറ്റ് എന്നോട്. ഞാൻ കിച്ചണിൽ നിൽക്കാം, ഇപ്പോഴും ഓർമ്മയുണ്ട്, ഷാർജിൽ എൻ്റെ ഫ്ലാറ്റിൽ കിച്ചണിൽ നിൽക്കാം. പെട്ടെന്ന് ദൈവം എന്നോടൊന്ന് 2 കാര്യങ്ങൾ പുള്ളിയോട് സംസാരിച്ചു.
അപ്പൊ അത് കഴിഞ്ഞ് അത് ഞാൻ വിട്ടുപോയി, ഇതൊക്കെ വിട്ടു. പക്ഷെ ഇന്നലെ 2 ദിവസം 3 ദിവസം മുമ്പ് ഈ കാര്യം എനിക്ക് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ദൈവം ഓർമ്മിപ്പിച്ചു. നിന്റെ വായിലൂടെ അന്ന് നീ സംസാരിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന്, അപ്പൊ ഇന്നലെ ഞാൻ അതിനോട് ചോദിച്ചു, മോനെ നിനക്കത് ഓർമ്മയുണ്ടോ? ദൈവം അന്ന് എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ വിചാരിക്കും പിന്നീട് നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ നെഗറ്റീവായിട്ടാണെങ്കിലും, പക്ഷെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് നിവർത്തിക്കുന്ന ദൈവത്തിന്റെ ഉത്തരവാദിത്വം. അപ്പൊ അത് പറഞ്ഞത് നമ്മൾ കേൾക്കും നമ്മുടെ വായിൽ നിന്ന് വന്ന വാക്ക്, പക്ഷെ അല്ല, ദൈവം പറഞ്ഞാണ്. കാര്യം 2-3 ദിവസം മുമ്പ് ദൈവം എന്നെ ഓർമ്മിപ്പിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ദൈവമായിട്ട് നമ്മുടെ വായിലൂടെ പറയിപ്പിച്ച വാക്കുകളാണെന്നല്ല. അപ്പൊ ദൈവം അത് ഓർമ്മിപ്പിക്കാൻ നമുക്കറിയാം. ഓർമ്മിപ്പിക്കുന്ന ദൈവം ഹാലേലൂയ അത് നിവർത്തിക്കുകയും ചെയ്യുന്ന ദൈവം. ഹാലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം ഇതുപോലെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ വായിൽ നിന്ന് വരുന്ന സകല വാക്കുകളും ദൈവം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അത് പലതിലും നമ്മൾ ദൈവത്തിന് വേണ്ടി ഹാലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അനുസരിക്കണം എന്നല്ല, പലതും നമ്മൾ പോലും അറിയാം. നമ്മുടെ നമ്മൾ പ്രവചിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ചില സമയങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഹാലേലൂയ നമ്മുടെ നാവിന്റെ കൺട്രോൾ ദൈവം അങ്ങ് ഏറ്റെടുക്കും. എന്നിട്ട് ദൈവം അങ്ങ് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ തന്നെ ദൈവം നമ്മളെന്നാ വിഷം കാണുന്നുണ്ടോ ഇല്ല, ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ല, ഹാലില്ല, നമ്മുടെ ബുദ്ധിയിൽ. അപ്പൊ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ മനസ്സിൽ പലപ്പോഴും ദൈവമേ ഇതൊക്കെ ശരിയായിരിക്കും, ഇതൊക്കെ സത്യമായിരിക്കും. കാരണം നമ്മുടെ കൺട്രോളുമായിട്ട് നമ്മളങ്ങ് പറയുക, അല്ല ഇതൊക്കെ ശരിയായിരിക്കും. അപ്പോഴത്തേന് അപ്പുറത്തുനിന്ന് ഹാലില്ല, അതങ്ങനെയാ സിസ്റ്റർ, ഇതിങ്ങനെ തന്നെയായിരുന്നു സിസ്റ്റർ, അതായിരുന്നു പറയുമ്പോൾ നമുക്കൊരു സംഭവം. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ കൺട്രോൾ പോലും ദൈവം ഏറ്റെടുക്കുന്ന ഹാല്, നമ്മുടെ നാവിന്റെ കൺട്രോൾ ദൈവം ഏറ്റെടുക്കുക, നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ ദൈവം ഏറ്റെടുക്കാറുണ്ട് ഹാല്, നമ്മുടെ ബുദ്ധി മണ്ഡലത്തിൽ ദൈവം ഏറ്റെടുക്കാറുണ്ട് ഹാല്, ഇതൊക്കെ ഏറ്റെടുക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ ദൈവത്തിന്റെ കണ്ണ് എപ്പോഴും തുറന്നായിരിക്കുന്നത്, ദൈവത്തിന്റെ ചെവി എപ്പോഴും തുറന്നായിരിക്കുന്നത്. അല്ല ഇവിടെ ശലോമൻ പറയുന്നത് കണ്ണ് തുറന്ന് ചെവി. ശലോമന്റെ ദൈവം ഹല്ലേലൂയ നമ്മുടെ ദൈവമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ദൈവം സെയിം ആണ്, ഇന്നലെയും എന്നും എന്നും എന്നേക്കും അനന്യനാണെങ്കിലും, പക്ഷെ അതിനെ മനസ്സിലാക്കുന്നതും വെളിപ്പെടുന്നതും രണ്ടും രണ്ടായി. നമ്മൾ എപ്പോഴും ഹല്ലേലൂയ നിഴലും പൊരുളും പഠിക്കാറുണ്ട് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നിഴല് പഠിച്ചിട്ട് പൊരുൾ പഠിക്കരുത് ഒരിക്കലും. നമ്മൾ പൊരുൾ പഠിച്ചതിന് ശേഷം നിഴൽ പഠിക്കരുത് ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മളിലാണ് ഇരിക്കുന്നത് ഹല്ലേലൂയ. ആ ക്രിസ്തു സകലത്തെ നമുക്ക് വെളിപ്പെടുത്തുക, പരിശുദ്ധാത്മ നമുക്ക് സകലത്തെ വെളിപ്പെടുത്തി തരുമ്പോൾ ഈ വെളിപ്പാട് നിന്നുകൊണ്ട് വേണം പഴയ നിയമം വായിക്കാനായിട്ട്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തെ നമ്മൾ വായിക്കുന്ന പോലെ ഹല്ലേലൂയ എന്താ പറയുന്നത്, ദൈവം അവനെ ശിക്ഷിച്ച് ദണ്ഡിപ്പിച്ചിരിക്കുന്നെന്ന് അവർ വിചാരിച്ചു. പക്ഷേ അവന് അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വരേണ്ടതിനായിട്ടാണ് സംഭവിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അത് വായിക്കണം. എന്താ പറ്റുന്ന വെച്ചാൽ ദൈവം ഒരു ശിക്ഷിക്കുന്ന ഒരു ക്രൂരനായ ദൈവമാണ് നമ്മൾ മനസ്സിൽ ഇമേജ് ചെയ്തത്. പക്ഷേ ദൈവം ഒരിക്കലും ശിക്ഷിക്കുന്ന ദൈവമല്ല, ക്രൂരനായ ദൈവമല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംഭവിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇത് സംഭവിക്കേണ്ടത് ആയതുകൊണ്ട് അതിനെ ഹാലയില് ഏൽപ്പിച്ചു. അതുപോലെ യേശു കർത്താവിനെ ശിക്ഷിച്ചതും ദണ്ഡിപ്പിച്ചതും ദൈവമല്ല, മനുഷ്യർ തന്നെയാണ്. ഹാലയല്ലേ, ദൈവമാണോ ശിക്ഷിച്ചത്, ദൈവമാണോ ദണ്ഡിപ്പിച്ചത്, ദൈവമാണോ കൊന്നത്, ദൈവമാണോ കുരിശി തറച്ചു, ഒന്നും അല്ല. അത് മനുഷ്യരാ ചെയ്തേക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ ഇവിടെ നമ്മൾ അതുപോലെ ഇവിടെ ശലോമോന്റെ പ്രാർത്ഥിച്ച അവസാന ശലോമോൻ പറയുന്ന 42-ാം വാക്യം, നിന്റെ അഭിഷിക്തന്റെ മുഖം ത്യജിച്ച് കളയരുതേ, നിന്റെ ദാസന ദാവീദുടെ കൃപകളെ ഓർക്കണമേ. അപ്പൊ ഒരു അഭിഷിക്തന്റെ മുഖം ഒരിക്കലും ദൈവം ത്യജിച്ച് കളയത്തില്ല. ആരാണ് അഭിഷിക്തൻ എന്ന് വെച്ചാൽ അഭിഷേകമുള്ളവനാണ് അഭിഷിക്തൻ. ക്രിസ്തു എന്ന വേർഡിന്റെ മീനിങ് തന്നെ അഭിഷിക്തനാണ്. അപ്പൊ ക്രിസ്തു ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അഭിഷിക്തനാണ്. ഹാലയില് അപ്പൊ ഒരു അഭിഷിക്തനാണെങ്കിൽ നമ്മുടെ മുഖം ദൈവം ത്യജിച്ച് കളയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ നേരുള്ളതാണെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ വചനം മനസ്സിൽ നടക്കുന്നവരാണെങ്കിൽ ഇന്നലെ ഞാൻ 2-3 ദിവസത്തേക്ക് ഞാൻ ഈ ഭാഗം വായിച്ചു. പക്ഷെ ഇന്നലെ ദൈവം വീണ്ടും ഈ ഭാഗം വീണ്ടും വായിപ്പിച്ചു. ഹല്ലേലൂയ. 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ ഈ അധ്യായം വായിക്കാൻ റെഡിയാ. ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്നോട് ഇന്ന് സംസാരിക്കുന്ന വെച്ചാൽ ഇത് നമ്മൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ എല്ലാം ഒന്ന് അനലൈസ് ചെയ്തൊക്കെ, യുദ്ധങ്ങളുണ്ട്, ക്ഷാമങ്ങളുണ്ട്, പ്രകൃതിക്ഷോഭങ്ങളുണ്ട്, ഹല്ലേലൂയ, പാൻഡമിക് സിറ്റുവേഷൻസ് വരുന്നുണ്ട്, ഇതെല്ലാം വരുന്നുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്? ഞാൻ എപ്പോഴും നമ്മൾ അത് പറയുമ്പോൾ സമയത്തല്ല ഞാൻ പറയുന്നത്. ഇതിനൊക്കെ കാരണം ഇതൊന്നും ദൈവം അറിയാണ്ടല്ല വരുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ ജനത്തിന്റെ പാപം നിമിത്തം തന്നെ സംഭവിക്കുന്നത്. അപ്പൊ ജനമെല്ലാം മാനസാന്തരപ്പെട്ട് ദൈവമുഖത്തേക്ക് അന്വേഷിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവമുഖം അന്വേഷിച്ചാലും ദൈവസന്നിധിയൊക്കെ സമർപ്പിച്ചാലും ചില വ്യത്യാസങ്ങളൊക്കെ വരും. ഹാലയില് അപ്പൊ നമ്മൾ ഓരോരുത്തരും അയ്യോ ഈ ജനം മൊത്തം വഷളായ നടക്കുന്നവരാ, ഇവരെല്ലാരും അങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് ഹാലയില് നമ്മൾക്ക് എന്നിപ്പോ പറഞ്ഞിട്ട് എന്താ പ്രാർത്ഥിച്ചിട്ട് എന്താ ചെയ്തേക്കല്ലേ. അപ്പൊ നോഹയുടെ കാലം നമുക്കറിയാം, ഏറ്റവും മ്ലേച്ഛത നിറഞ്ഞ കാലഘട്ടത്തിലായിരുന്നു. നോഹ നിന്നുകൊണ്ട് ദൈവം പറയും പെട്ടകം പണിയാൻ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞ് പ്രസംഗിച്ച് ഹാലയില്. പക്ഷേ ആരും ചെവിക്കൊണ്ടില്ല. നോഹയുടെ കുടുംബത്തിന് രക്ഷപ്പെടുന്ന നോഹയ്ക്ക് കഴിഞ്ഞു.
ഹാലല്ലേ. അപ്പൊ ഏത് സിറ്റുവേഷൻ വന്നാലും ലോകം മുഴുവൻ നശിച്ചു പോകുന്ന പറഞ്ഞാലും അല്ല, നീ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ എങ്കിലും പെട്ടകത്തിനുള്ളിലേക്ക് കയറ്റാൻ കഴിയുന്ന നോഹ ചെയ്തതുപോലെ നമ്മുടെ കുടുംബത്തെ എങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തലമുറ അങ്ങനെയുള്ള ആൾക്കാരെ എങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും നമ്മൾ ഒരാൾ വിചാരിച്ച്. ഇല്ലേ? കഴിയത്തില്ലേ? കഴിയും. അതിന് ഈ സിറ്റുവേഷൻ, നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ പ്രാർത്ഥിക്കും യുദ്ധത്തെ മാറി സമാധാനം വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ ഏത് യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഇന്നലെ രാത്രിയിൽ ഇങ്ങനെ ഒരു മിസൈൽ ആരും മെസ്സേജ് ഇട്ടേക്കുന്നുണ്ട് വിജയപാസ് ഒരു ഇത് എന്താണ്ട് നമ്മുടെ ഡ്രോൺ എന്തോ നമ്മുടെ ഇന്ത്യയിലേക്ക് പതിച്ചു, ശക്തമായ ആൾക്കാർ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കുന്നത്. അവര് 10-400 എണ്ണം വിട്ട് ഇവരെല്ലാം നിർവീര്യമാക്കി. പക്ഷെ എത്ര നിർവീര്യമാക്കല ഇടയിൽ കൂടെങ്കിലൊക്കെ വന്ന് എവിടെയെങ്കിലൊക്കെ പതിക്കുന്നത് നമുക്കും അറിയാം. കാരണം യുദ്ധമല്ലേ. അവരെപ്പോഴും എല്ലാവർക്കും അവര് ജയിക്കണമെന്ന ഉദ്ദേശത്തോട് നടക്കുന്ന യുദ്ധമാണ്. അപ്പൊ ആ യുദ്ധത്തിന് അതിൻ്റെതായ ഭവിഷ്യത്തുകൾ എല്ലാ ഏത് രാജ്യം യുദ്ധം ചെയ്താൽ അവർക്ക് ഉണ്ടാകും. സാമ്പത്തികമായിട്ടും മറ്റുള്ള പല ഇതിലും ഞാൻ പറയാം. യുദ്ധം ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതിസന്ധിയിലാകാൻ പോകുന്ന ഭക്ഷ്യക്ഷാമമായിരിക്കും. കാരണം വെച്ചാൽ നമുക്ക് എപ്പോഴും അറിയാം പഞ്ചാബ്, ഹരിയാന, നോർത്ത് ഇന്ത്യയുടെ സംസ്ഥാനങ്ങളെല്ലാമാണ് എന്താ അരിയും ഗോതമ്പും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ അവിടെ നിന്നാണ് എല്ലാം വരുന്നത്. അതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ വരുന്ന അരി ഏറ്റവും കൂടുതൽ നല്ല അരിയൊക്കെ കിട്ടുന്നത് പാകിസ്ഥാനിൽ നിന്നുണ്ട്. ഇതൊക്കെ നിന്നു പോകും. ഇതൊക്കെ യുദ്ധം ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അകത്തിരിക്കും. ഇന്നലെ 2 കുഞ്ഞുങ്ങളുണ്ട് സ്കൂളിലായിരുന്ന 2 കുഞ്ഞുങ്ങളുടെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് രാത്രി ന്യൂസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോഴതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. അതെല്ലായിടത്തേക്കും വ്യാപിക്കും. അപ്പൊ അതുകൊണ്ട് യുദ്ധം ഒരിക്കലും ഒരു നന്മ, ഒരു രാജ്യം യുദ്ധം ചെയ്ത് നന്നായിന്ന് കേട്ടിട്ടില്ല. എല്ലായിടത്തും സാമ്പത്തികമായിട്ട് എല്ലാ മേഖലയിലും ഇപ്പൊ ഈ പൊട്ടിച്ചു വിടുന്നതൊക്കെ എന്താ പാവപ്പെട്ട ജനങ്ങള് അധ്വാനിച്ച് കൊടുത്ത ടാക്സ് ഒക്കെ പൊട്ടിക്കുന്നത്. അതൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ പൊട്ടിക്കുമ്പോ അത് പൊട്ടിച്ച് അപ്പൊ സന്തോഷിക്കല. അപ്പൊ അതുകൊണ്ട് എന്താ, അത് മാറാൻ സമാധാനം വരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷെ നമ്മള് പ്രാർത്ഥിച്ചോ, നമ്മൾ ഒരാൾ പ്രാർത്ഥിച്ച അങ്ങ് നടക്കുമോ സിസ്റ്റർ എന്ന് ചിലർ ചോദിക്കും. പക്ഷെ നമ്മൾ പ്രാർത്ഥിച്ചാലും നടക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ ശലോമോൻ ആലയം ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് തൊട്ടു പോകുമ്പോ അവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ജനം വിട്ടുതിരിഞ്ഞ് നിന്നോട് പ്രാർത്ഥിച്ചാൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. എന്തിച്ചാ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പലതും കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന്. പക്ഷെ ഇത് അവസാനമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വ്രതന്മാരെ പോലും തെറ്റിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തു നോക്കി. എന്തോരം കുഞ്ഞുങ്ങൾ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വഴി തെറ്റിക്കൊണ്ടേയിരിക്കുന്നു. പല വഴിയിലേക്ക് അവർ പോയിക്കൊണ്ട് അവരുടെ ശ്രദ്ധ പലതിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ശക്തമായ പ്രാർത്ഥന നമ്മുടെ തലമുറകൾ പോയി കഴിഞ്ഞിട്ട് ഏതിലെങ്കിലും ആപത്ത് വീണ് കഴിഞ്ഞാൽ അയ്യോ എന്റെ തലമുറ വീണെ പ്രാർത്ഥിക്കണേന്നല്ല. അവരെ വിടാതെ, അവരെ വിട്ടുകൊടുക്കാതെ പിടിച്ച് നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തി പ്രാർത്ഥിക്കാനും നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഭരണാധികാരികൾക്ക് അവർ സുബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ ചില നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കും. അവർക്ക് സുബോധം വരണമെന്ന് പ്രാർത്ഥിക്കും. അവർക്ക് വലിയ വിസ്റ്റം ആൻഡ് നോളജ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇതൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ശലോമോന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഇന്ന് നമ്മൾ നെഹമ്യാവിന്റെ പ്രാർത്ഥന പണ്ടൊരിക്കൽ ഞാൻ ഒരു ദിവസം 1-ാം അധ്യായത്തിൽ നെഹമ്യാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച്, അതുപോലെ ഓരോരുത്തരെയും പ്രാർത്ഥനകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടിട്ട് നമ്മുടെ പ്രാർത്ഥനയെ ഒന്ന് ക്രമീകരിക്കണം. ഈ ക്രമീകരിക്കുമ്പോൾ എല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയം അറിയുന്ന ദൈവമാണ്. അപ്പൊ ആ ദൈവത്തെ പറ്റിക്കാൻ ആരും വിചാരിച്ച് പ്രാർത്ഥിക്കുന്നത്. ഹൃദയത്തേക്ക് ഒന്ന് ശുദ്ധമാക്കി ദൈവസ്ഥലം നമ്മളെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ശലോമോന്റെ വിഷയം മാത്രമല്ല പ്രാർത്ഥിച്ച് നമ്മൾ കാണുന്നത്. ലോകത്ത്, രാജ്യത്തും ദേശത്തും ഒക്കെ നടക്കുന്ന വിഷയങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് എനിക്കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗം നമ്മൾ എടുത്തത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മൾ നിൽക്കുന്ന പട്ടണങ്ങൾക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നു എന്ന് ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ദൈവം ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കും. നമുക്ക് അവർക്കില്ലാത്ത ഒരു പ്രിവിലേജും കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാ നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിന്റെ വലതു ഭാഗത്തിന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനകൾക്ക് എല്ലാം മറുപടി ലഭിക്കും. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.